നമസ്കാരം. അങ്ങനെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിധി വന്നു. ഇരട്ടച്ചങ്കുള്ള സഖാക്കന്മാരുടെ നെഞ്ചത്തിട്ട് കുത്തുന്ന വിധി. ശബരിമല ശാസ്താവിന്റെ സ്വർണം അടിച്ചുമാറ്റിയ കള്ളന്മാരെ സംരക്ഷിക്കുന്ന സഖാക്കന്മാർക്ക് കിട്ടിയ നല്ല വിധി. കഴിഞ്ഞ 50 വർഷക്കാലം സഖാക്കന്മാർ ഭരിച്ച് ചാപ്പാലടിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ BJP 50 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്ന നല്ല ഒന്നാം തരം വിധി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഖാക്കന്മാരുടെ നെഞ്ചത്തിട്ട് കുത്തിയ വിധിയാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വിധി വന്നപ്പോൾ ലഭ്യമായത്. 50 കൊല്ലം ഭരിച്ച കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചെടുത്തു. ഗണേശന്റെ നാടായ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ CPIM ഭരിച്ച് ചാപ്പാടടിച്ചുകൊണ്ടിരുന്ന പത്തനാപുരം പഞ്ചായത്തും കോൺഗ്രസ് പിടിച്ചെടുത്തു. എത്ര കാറ്റടിച്ചാലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന കൊല്ലം ജില്ലയുടെ ഭൂരിഭാഗം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് ഇനിയും കോൺഗ്രസ് ആയിരിക്കും. പാലക്കാട് പുതൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം ഭരിച്ച CPIM-നും ഇടതുപക്ഷത്തിനും ഒരൊറ്റ സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള അത്ഭുത വിധിയാണ് കേരളത്തിലെ ജനങ്ങൾ നടത്തിയത്. കോട്ടയത്തെ മണർക്കാട് പഞ്ചായത്തിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിക്ക് 1 വോട്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ വീട്ടിലുള്ളവർ പോലും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തില്ല എന്നർത്ഥം. അത്രയ്ക്ക് വെറുത്ത് സഖാക്കളെ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ. ഈ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി നമ്മുടെ മാഷിനോട് ചോദിച്ചപ്പോൾ മാഷ് പറയുന്നത് ഗവൺമെന്റിനെതിരെ ഒരു ജനവിധിയും ഇല്ല എന്നാണ്. അതേ ചോദ്യം മണിയാശാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദേ ഇതാണ്. ആളുകൾ കണ്ടത് സ്റ്റാൻഡായതല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു. പിന്നെന്താണ് നല്ല ഒന്നാം കേട്ടില്ലേ മണിയാശാന്റെ വാക്കുകൾ? ഏതാണ്ട് 65 ലക്ഷത്തോളം പട്ടിണിപ്പാവങ്ങളായ ആളുകൾ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട്. 65 ലക്ഷം ആളുകൾ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഇതിന്റെ പങ്കുപറ്റുന്നുണ്ട്. അവരെ ആകെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് മണിയാശാൻ ഇന്നലെ നടത്തിയ പ്രസ്താവന. ഇത്ര വികൃതമാകുവാൻ CPM-ന്റെ നേതാക്കന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. മണിയാശാന്റെ ഈ അധിക്ഷേപത്തെക്കുറിച്ച് ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചപ്പോ ഗോവിന്ദ മാഷും ന്യായീകരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ന്യായീകരണം. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു ഇനിയും എങ്ങനെയാണ് ഈ തോൽവി ഉണ്ടായതെന്ന് സഖാക്കന്മാർ ഒന്ന് പരിശോധിക്കണം. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയം മുറിവേൽപ്പിച്ച, ശബരിമല സ്വർണം മോഷണം നടത്തിയ, CPIM-ന്റെ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച MLA ആയിരുന്ന, സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിന്റെ പകുതി വെച്ച് ഇറങ്ങിപ്പോയി ആറന്മുളയിലെ വീട്ടിൽ പോയിരുന്ന പത്മകുമാറിനെ ഉൾപ്പെടെയുള്ളവരെ പാർട്ടി ഒരു നടപടിയും എടുക്കാതെ സംരക്ഷിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ സുഖ ശീതളിമയിൽ യുവജന, വിദ്യാർത്ഥി, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അങ്ങ് ലയിച്ചുപോയി. സാധാരണക്കാരിൽ നിന്നും CPM-ന്റെ നേതാക്കന്മാരും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും അകന്നു പോയി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പല ബ്രാഞ്ച് കമ്മിറ്റികളും പല ലോക്കൽ കമ്മിറ്റികളും എടുത്ത് പരിശോധിച്ചാൽ നാട്ടിലെ പക്ക ക്രിമിനലുകളും മണൽ മാഫിയകളും ബ്ലേഡ് മാഫിയകളും ഭൂമാഫിയകളും ഒക്കെയാണ് അവിടുത്തെ ഭാരവാഹികൾ. ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഇത്ര ക്രിമിനലുകളായിട്ടുള്ള ഒരു സംഘടന ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ക്രിമിനലുകളാണ് പ്രാദേശിക തലത്തിൽ വോട്ട് ചോദിക്കാൻ ആളുകളിലേക്ക് ചെല്ലുന്നത്. എങ്ങനെ കിട്ടും സഖാക്കളെ വോട്ട്? ഇത്രയും കടുത്ത തോൽവി അനുഭവിച്ചിട്ടും മണിയാശാനെ പോലുള്ളവരുടെ, ഗോവിന്ദൻ മാഷിനെ പോലെയുള്ളവരുടെ നാക്കുകളിൽ നിന്ന് വീഴുന്ന ദുഷിച്ച വാക്കുകൾ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോൽവിയുടെ പിറകെ വടിവാളും കമ്പിപ്പാരയുമായിട്ട് പല സഖാക്കളും പാനൂരിലും കണ്ണൂരിലുമൊക്കെ പല സഖാക്കളും ആളുകളുടെ വീടുകൾ കയറി വെട്ടാനും കുത്താനും എതിർ പാർട്ടികളുടെ പാർട്ടി ഓഫീസുകൾ തകർക്കാനും നടക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയമൊക്കെ അന്ന് നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോയാൽ ഈ പാർട്ടി ബംഗാളിലെ പാർട്ടിയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരിത്രയും സീറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയൊരു വിജയമൊന്നും കോൺഗ്രസ് പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ എങ്ങനെ അവർ ഇത്രയും വിജയത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, മലപ്പുറം ജില്ലയെ ഇത്രയധികം കരിവാരി തേച്ച
ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ട് നടന്ന പിണറായി വിജയനെ കേരളം ഓർത്തുവെച്ചിരുന്നു. വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചില വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയും ചെയ്തതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ തോൽവി. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസും BJPയും അവരുടെ ഗ്രൂപ്പ് പോരുകളും കുതികാലി വെട്ടുകളും ഒക്കെ മാറ്റി നിർത്തി അവരുടെ സംഘടനകളിൽ കൃത്യമായ പടിപടിയായിട്ടുള്ള അച്ചടക്കത്തോടും കൂട്ട് ഉത്തരവാദിത്വത്തോടും കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അവരെ ഈ വിജയങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ കാറ്റടിക്കുന്നതെങ്കിൽ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം അധോഗതിയായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ BJP ഒന്നല്ല 1-ൽ കൂടുതൽ താമരകൾ വിരിയിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അന്നും രാഷ്ട്രീയ കേരളം ഇന്നത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും പാർട്ടിയെയും ഈ താമര വിരിയുവാൻ സഹായിച്ചതിൽ കുറ്റപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. തോളിൽ കൈയിട്ട് നടന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ പോലും CPMന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. എന്തായാലും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിത്തീരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ച ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു